ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റ്യനും. ഈ നാളുകളിൽ ധാരാളമായി നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ പ്രസിദ്ധനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ 2006 ജാനുവരി 8 ഞായറാഴ്ചയുള്ള മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ ഒരു ഫുൾ പേജിൽ താൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലേഖനത്തിന്റെ തലക്കെട്ട് മരണം ഒരു കവാടമെന്നാണ്. ഞാനത് നോട്ട് ചെയ്ത് ഓർക്കുന്നുണ്ട്. ഞാനതിൽ പ്രസക്തമായ ഒരു ഭാഗം വായിക്കാം. താൻ എഴുതിയ ലേഖനത്തിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു പ്രത്യേക ഭാഗമുണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ 25 വർഷമായി നടത്തുന്ന വസ്തുനിഷ്ഠ പഠനത്തിന്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയുന്നു, മരണം ഒരു മതിലല്ല, അഭൗമതലത്തിൽ മറ്റൊരു ലോകത്തെ ആസ്തിത്വത്തിലേക്കുള്ള കവാടം മാത്രമാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറയുന്നു, മരണം അവസാനമല്ല, മറ്റൊരു അസ്തിത്വത്തിലേക്കുള്ള കവാടം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മരണത്തിന് ശേഷം എല്ലാം തീരുന്നുവെന്നല്ല, മരണം ഒരു കവാടമാണ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തീർത്തു പറയുന്നു മരണത്തിന്റെ ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന്. താന് 25 വർഷമായിട്ട് ഈ വിഷയത്തിൽ പഠനം നടത്തിയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തി. 25 വർഷമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു. ഞാൻ ധരിക്കുന്നത് തന്റെ ഭാര്യയുടെ മരണത്തോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയത്തിൽ താൻ കുറച്ചുകൂടെ പഠനത്തിലേക്ക് ഇറങ്ങിയതും. താൻ ആ ലേഖനത്തിൽ പറയുന്നതെല്ലാം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം തീർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ പറഞ്ഞ പോലെ മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുകയല്ല, താൻ രേഖപ്പെടുത്തിയ പോലെ മറ്റൊരു ലോകത്തിലേക്കുള്ളൊരു കവാടം മാത്രമാണ് മരണം. ഓക്കെ, ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചോട്ടെ, ഈ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കത്തക്ക തരത്തിൽ എന്തെങ്കിലും പഠനങ്ങളോ ഗവേഷണങ്ങളോ തെളിവുകളോ ശാസ്ത്രീയമായ നിലയിൽ നൽകപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ലതുമുണ്ടോ? മനുഷ്യന് ബുദ്ധി ഉള്ള ഒരു ജീവിയാണ്. അവന്റെ ബുദ്ധിക്ക് നിരക്കാത്തത് അവൻ സാധാരണ അംഗീകരിക്കാറില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നുള്ളതും അവൻ അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോൾ അവന്റെ ലോജിക്കിന്, അവന്റെ ചിന്തകൾക്ക് വാസ്തവത്തിൽ ഒരു ശരിയായിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അവൻ അതിനെ വാസ്തവത്തിൽ വിശ്വസിക്കാറില്ല, അവൻ തള്ളിക്കളയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തിലും ഒരു പഠനം ആധുനിക യുഗത്തിൽ ഉണ്ടാകുകയുണ്ടായി. ഇതിനു മുമ്പും അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു ശാസ്ത്ര ലോകത്തിൽ പഠനം ആരംഭിച്ചത് നാം ജീവിക്കുന്ന ഈ തലമുറയിലാണ്. ഇന്ന് ലോകത്തിലെ ഒരു അസോസിയേഷനുണ്ട്. അസോസിയേഷന്റെ പേര് ദ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ നിയർ ഡെത്ത് സ്റ്റഡീസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മരണത്തോട് സമീപിച്ച വ്യക്തികൾ മരിച്ചുവെന്ന് ഡോക്ടേഴ്സ് വിധി കൽപ്പിച്ചിട്ട് വീണ്ടും ജീവിച്ചു വന്നവരെ കുറിച്ചുള്ള ഒരു പഠനം ലോകത്തിലാകമാനം നടക്കുകയുണ്ടായി. ആ സംഘടനയുടെ പേര് ദ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ നിയർ ഡെത്ത് സ്റ്റഡീസ്. മരിച്ചു എന്ന് വിധി കൽപ്പിച്ചിട്ടുള്ളവർ വീണ്ടും ജീവിച്ചതായിട്ട് ലോകത്തിൽ ധാരാളം പേരുണ്ട്. സാർ ഉദ്ദേശിക്കുന്നത് ഈ ക്ലിനിക്കൽ ഡെത്തിന് വിധേയപ്പെട്ടവരുടെ കാര്യമാണ്? എക്സാക്ട്ലി. ക്ലിനിക്കൽ ഡെത്ത്, അതായത് ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ആ മനുഷ്യൻ മരിച്ചു, അങ്ങനെ മരിച്ചു എന്ന് വിധി കൽപ്പിച്ചിട്ടുള്ളവർ വീണ്ടും ജീവിച്ചു വന്ന് അതോടുള്ള ബന്ധത്തിൽ നടന്ന റിസർച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പഠനം നടക്കുവാനായിട്ട് ഇടയാക്കിയത്. ഇതിന്റെ ഫലമായിട്ട് ഇന്ന് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കണക്ടിക്കറ്റില് ഇന്ന് ഇതിനൊരു പഠനത്തിന് വേണ്ടി ഒരു ശാഖ തന്നെ തുറന്നു കഴിഞ്ഞു. നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ ചെന്നാൽ ഓരോ വിഷയങ്ങൾക്ക് ഓരോ ശാഖകളുണ്ട്. ഇപ്പൊ കെമിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിസിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നാം ജീവിക്കുന്ന കാലയളവിൽ ഉണ്ടായെന്നുള്ളത് ചിന്തനീയമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള പഠനത്തിന് ഒരു പ്രത്യേക വിഭാഗം തന്നെ തുടങ്ങി. മാത്രമല്ല, നമ്മുടെ ഭാഷയിൽ ഇല്ലാതിരുന്ന
ഒരു ഭാഷാ പ്രയോഗവും ക്ലാസ് റൂമിൽ ഇതുവരെ പഠിക്കാത്തൊരു വിഷയവും പഠനം ആരംഭിക്കുവാൻ തുടങ്ങി. ആ വിഷയത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് താനാറ്റോളജി എന്നാണ്. താനാറ്റോളജി എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റഡി ഓർ സയൻസ് ഓഫ് ഡെത്ത് എന്നാണ്. മരണത്തെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ പഠനം എന്നാണ് അതിന്റെ അർത്ഥം. താനാറ്റോസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നാണ്. താനാറ്റോളജി മരണസംബന്ധമായ ശാസ്ത്രീയ പഠനം. ഇന്ന് ശാസ്ത്രയുഗത്തിൽ അങ്ങനെയൊരു വിഭാഗം തന്നെ ഉണ്ടായി. നമ്മുടെ ഭാഷയിൽ അങ്ങനെയൊരു പദം കൂടെ ചേർക്കുകയുണ്ടായി. ഒത്തിരി ഓളജിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ താനാറ്റോളജി എന്ന് പറഞ്ഞൊരു വിഷയം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിക്കുവാനായിട്ട് വളരെ ശ്രമങ്ങൾ നടത്തി. വളരെ പ്രസിദ്ധമായി ഞാൻ തന്നെ വായിച്ച ചില പുസ്തകങ്ങളുണ്ട്. ലോകപ്രസിദ്ധമായി ഏതാണ്ട് 1 മില്യൺ 10 ലക്ഷത്തിലധികം കോപ്പി വിറ്റ ഒരു ഡോക്ടർ എഴുതിയ ഒരു ബുക്കുണ്ട്. ഡോക്ടർ റെയ്മോണ്ട് എ മൂഡി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. ആ പുസ്തകത്തിന്റെ പേര് അത് ലൈഫ് ആഫ്റ്റർ ലൈഫ്. അതേ സമയം തന്നെ ഒരു മെഡിക്കൽ ഡോക്ടർ മൗറിസ് റൗളിംഗ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതി ബിയോണ്ട് ഡെത്ത്സ് ഡോർ, മരണത്തിന്റെ വാതിലിനപ്പുറം ഉള്ള എന്ന് പറഞ്ഞ താൻ ഒരു ബുക്ക് എഴുതി. അതുപോലെ തന്നെ ഡോക്ടർ എലിസബത്ത് കുബ്ലർ റോസ് എന്ന് പറയുന്ന അവരും ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം, ഇവരെല്ലാവരും പരസ്പരം പറയാതെ ഈ വിധ അനുഭവങ്ങളിൽ കടന്നു വന്ന മനുഷ്യർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ റിസർച്ചിന്റെ ഫലമായി അവർക്ക് ചില കൺക്ലൂഷനിൽ ചെന്നെത്താൻ കഴിഞ്ഞു. ആ വാസ്തവത്തിൽ കണ്ടുപിടുത്തമാണ് ഈ പുസ്തകത്തിലൂടെ അവർ പ്രതിപാദിച്ചത്. ഇതിനകത്ത് യാതൊരു മതത്തിന്റെയോ ഒരു സ്പർശനമേൽക്കാതെ അവർ കണ്ടുപിടിച്ച, അവർ മനസ്സിലാക്കിയ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ബുക്കുകളാണിത്. എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും ഒരു മതവക്താക്കളല്ലാതെ സ്വതന്ത്രമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഡോക്ടേഴ്സ് എന്നുള്ള നിലയിൽ നടത്തിയ പഠനത്തിന്റെ ഒരു അവതരണം എന്നുള്ള നിലയിൽ അവതരണമാണ്. പ്രത്യേകിച്ച് ഇവർ ഡോക്ടേഴ്സ് ആയിരുന്നതിനാൽ മരിച്ചുവെന്ന് ഹോസ്പിറ്റലിൽ വിധി കൽപ്പിച്ചിട്ടുള്ളവര് വീണ്ടും ജീവിച്ചു വന്നത് ഇവർ കണ്ടു. അങ്ങനെയുള്ളവരോട് ഇവർ വീണ്ടും ഇടപെട്ടിട്ട് എന്താണ് ഇവരുടെ അനുഭവങ്ങൾ എന്നുള്ളത് ചോദിച്ച് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ബുക്കുകൾ. വളരെ ദൃഷ്ടാന്തമായിട്ട് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഞാൻ വായിച്ച ബുക്കിൽ ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒരു പ്രസവത്തോടുള്ള ബന്ധത്തിൽ ഒരു സ്ത്രീ മരിക്കുന്നു. എന്നാൽ ആ സ്ത്രീ മരിക്കുമ്പോൾ ഡോക്ടേഴ്സും നഴ്സസും അവരെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട് ആ ശരീരത്തിൽ വളരെ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. എന്നാൽ ആ സ്ത്രീയുടെ ആത്മാവ് ആ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കിടക്കുന്ന മുറിയുടെ മുകളിൽ കിളന്നു നിന്നുകൊണ്ട് ഇവരെ ഈ ശരീരത്തെ ജീവിപ്പിക്കാൻ ശ്രമിപ്പിക്കുന്നത് അവർ കാണുന്നുണ്ട്. അവരോട് സംസാരിക്കുന്നു, പക്ഷെ അവർ കേൾക്കുന്നില്ല, അവർ പ്രതികരിക്കുന്നില്ല. അവര് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഒക്കെ കൊടുത്ത് ഈ സ്ത്രീയെ വീണ്ടും ജീവിപ്പിക്കുമ്പോൾ ഈ പൊങ്ങി നിന്ന് അവരുടെ ആത്മാവ് മടങ്ങി വന്ന് ഈ ശരീരത്തിൽ കയറി അവർ വീണ്ടും ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചു വന്ന അവരോട് കാര്യങ്ങൾ ചോദിച്ച് രേഖപ്പെടുത്തി. ഒരു കാർ ആക്സിഡന്റിൽ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ ആത്മാവ് അതിന്റെ മുകളിൽ ഉയർന്നു നിന്ന് അദ്ദേഹത്തിന് കാണാൻ തന്റെ ശരീരം മറ്റുള്ളവർ വലിച്ചിറക്കുന്നതും ഡോക്ടേഴ്സ് കിണഞ്ഞ് പരിശ്രമിക്കുന്നതും ഒക്കെ കാണുന്നു. താൻ അവരോട് സംഭാഷണം നടത്തുന്നെങ്കിലും അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്നത് തനിക്കും കേൾക്കാൻ കഴിയുന്നില്ല. എന്നാൽ താൻ ഇത് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അനുഭവങ്ങളുണ്ട്. ഈ വിധമായ ഒരുപാട് സംഭവങ്ങൾ അവര് പഠനം നടത്തി. എൻ്റെ കയ്യിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ട്രാക്ട് കിട്ടി. 24 hours in hell എന്നാണ് ആ ട്രാക്റ്റിന്റെ പേര്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലാണ്. ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കനിഗർഭങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറ്റവാളികൾ. ഒരു കുറ്റവാളി രാവിലെ ഉണർന്നപ്പോൾ അസ്വസ്ഥനായി. അന്ന് തനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്നാൽ താൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി പരിശോധിച്ച് ജോലി ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. താൻ ജോലി ചെയ്തു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് സൈറൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഇവരന്വേഷിച്ച് ചെന്നപ്പോൾ താൻ ജോലി ചെയ്ത ഭാഗത്തെ കനിഗർഭം ഇടിഞ്ഞു വീണ് അദ്ദേഹം ഇതിന്റെ അടിയിലാണ്. ഈ കനിഗർഭങ്ങളിലെ ഈ കൽക്കരികളൊക്കെ മാറ്റി അദ്ദേഹത്തിന്റെ ശരീരം പുറത്തെടുത്തു. ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞു. 48 hours, 48 മണിക്കൂർ കഴിഞ്ഞു. 48 hours in hell. അദ്ദേഹത്തെ കുഴിച്ചിടാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. കുറ്റവാളികൾ തന്നെ ചുമന്നുകൊണ്ട് പോവുകയാണ്. ചുമന്നുകൊണ്ട് പോയപ്പോൾ ഒരാളുടെ കാല് തട്ടി ഈ ശരീരം നിലത്ത് വീഴുന്നു. അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് വെള്ളമാണ് ആദ്യം ചോദിച്ചത്. ആ മനുഷ്യൻ എന്നിട്ട് ഈ വിവരം പറയുന്നില്ല. എന്നാൽ ഈ സംഭവം പുറത്തറിഞ്ഞു. ഒരു സുവിശേഷൻ അദ്ദേഹത്തെ തിരക്കി ചെന്ന് ജയിലിന്റെ അറകളിൽ തന്നെ കണ്ടുമുട്ടി ചോദിച്ചിട്ട് താൻ പറഞ്ഞ മറുപടിയാണ് ഈ 48 hours in hell എന്ന് പറഞ്ഞ ട്രാക്ട്. ആ മനുഷ്യൻ നരകത്തിൽ പോയ അനുഭവം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. താനത് പുറത്ത് പറയാത്തതിന്റെ കാരണം താൻ വട്ടനാണെന്ന് പറഞ്ഞ് ഈ ഭ്രാന്തന്മാരെ പിടിച്ചിടുന്ന ജയിൽ സെല്ലിൽ കൊണ്ടിടും. അതുകൊണ്ട് അവരോട് ഇത് പറഞ്ഞില്ല. എന്നാൽ ഇത് പബ്ലിഷ് ചെയ്ത് പുറത്തു വന്നു. എൻ്റെ കയ്യിൽ ആ ട്രാക്റ്റിൽ നിന്നും സൂക്ഷിച്ചു വെച്ചു.